Good morning all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോജിക്കൽ ഈക്വാലൻസസ് ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് ക്വാണ്ടിഫയേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ഡിക്ലറേറ്റീവ് സെൻറ്റൻസിനെയായിരുന്നു നമ്മൾ എന്ത് പറയുക, പ്രൊപ്പോസിഷൻ എന്ന് പറയാം. നേരെ മറിച്ച് ഞാനിപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 = 5. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റുമോ, ട്രൂ ആണ് അല്ലെങ്കിൽ ഫോൾസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എപ്പോഴേ പറയാൻ പറ്റുള്ളൂ, ഈ എക്സിന് ഏതെങ്കിലും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഇത് പ്രൊപ്പോസിഷൻ ആണ് അല്ലെങ്കിൽ പ്രൊപ്പോസിഷൻ അല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ എക്സിന് ഞാനൊരു 2 കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് പി ഓഫ് ടു എന്താ ഇവിടെ വരിക, 2 + 2 = പി ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ് വരിക, പി ഓഫ് 2 എന്ന് പറയുന്നത് 2 + 2 = 5. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 2 + 2 = 5 ആണോ? അല്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്ത് പറയാം, അത് ട്രൂ ആണ് അല്ലെങ്കിൽ ഫോൾസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ഇത് ഇപ്പോൾ ഫോൾസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ എക്സ് നേരെ മറിച്ച് എക്സിൻ്റെ വാല്യൂ 3 കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. പി ഓഫ് 3 എന്ന് പറയുന്നത് എന്താണ്, 3 + 2 = 5 ആണ്. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൽ ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു വേരിയബിൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, എക്സ് എന്നുള്ളൊരു വേരിയബിളാണ്. ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വേരിയബിൾ ഉപയോഗിച്ച് നമ്മൾ ആദ്യം തന്നെ നമുക്ക് എന്ത് വരില്ല, പ്രൊപ്പോസിഷനായിട്ട് കിട്ടില്ല. പക്ഷെ അതിന് പെർട്ടിക്കുലർ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും, പ്രൊപ്പോസിഷനായിട്ട് മാറും. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പ്രെഡിക്കേറ്റ് എന്ന് കൂടി പറയാം. ഓക്കെ, ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ്. ഇവിടെ 2 വേരിയബിൾ ഉള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് x² y = 20 ഇങ്ങനെ കൊടുത്തെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൽ എത്ര വേരിയബിൾ ഇൻവോൾവ് ആയിട്ടുണ്ട്, എക്സും വൈയും. ഇവിടെ x² y ആണ്, ഇപ്പോൾ എക്സും വൈയും ഇവിടെ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ എക്സിനും വൈക്കും പെർട്ടിക്കുലർ വാല്യൂസ് കൊടുത്താൽ മാത്രമേ ഇതെന്തായിട്ട് മാറുള്ളൂ, പ്രൊപ്പോസിഷനായിട്ട് മാറുള്ളൂ. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുക, ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, a declarative sentence which contain one or more variables is not a proposition, but it becomes a proposition when the variables are replaced by certain choices is called an open statement. Open statement എങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഒരു വേരിയബിൾ ആണെങ്കിൽ പി ഓഫ് എക്സ്, ഒരു വേരിയബിൾ എന്നല്ല ആ ഇതിൽ എക്സ് എന്നുള്ള വേരിയബിളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ പി ഓഫ് എക്സ്, എക്സും വൈയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി ഓഫ് എക്സ് വൈ, സെഡ് ആണെങ്കിൽ എന്ത് വരും, പി ഓഫ് സെഡ്. അതാണ് ഇങ്ങനെ വരുന്നത്, പി ഓഫ് സെഡ്. സെഡ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം സെഡ് ഈസ് E1, അത് സിമ്പിൾ പ്രൊപ്പോർഷൻ എടുക്കുക, സെഡ് ഈസ് E1. അപ്പോൾ ആ സെഡിന് പെർട്ടിക്കുലർ വാല്യൂ കൊടുത്താൽ മാത്രമേ നമുക്കത് പ്രൊപ്പോർഷൻ ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് എന്ന് പറയാം. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിഫയേഴ്സ് ആണ്. ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻറ്റൻസ് അല്ലെങ്കിൽ പ്രൊപ്പോസിഷനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, ക്വാണ്ടിഫയേഴ്സ് ഉപയോഗിക്കുന്നത്. ക്വാണ്ടിഫയേഴ്സിൽ തന്നെ ദി വേർഡ്സ് ഓഫ് ദി ടൈപ്പ് ഫോർ ഓൾ, ഫോർ സം, ദർ എക്സിസ്റ്റ്, അറ്റ് ലീസ്റ്റ്, ഇങ്ങനെയുള്ള വേർഡ്സുകളാണ് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി, അതായത് ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി ഇത്തരം വേർഡ്സാണ് നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയാം. ഓക്കെ, അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയാം. ഓക്കെ, ക്വാണ്ടിഫയേഴ്സിന് നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ ഒന്ന് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണ്, രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ, സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണ്. ഈ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ, ദി സിമ്പിൾ ഇങ്ങനെ ഞാൻ വരക്കുന്നതെന്ന് ശ്രദ്ധിക്കാം. ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനൊരു സിമ്പിൾ, ഈ സിമ്പിൾ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ഫോർ ഓൾ എന്നുള്ള കേസിന് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിളാണിത്. ഓക്കെ, അതാണ് ഏത് വരിക, നമ്മൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ.
ദി സിമ്പിൾ ഫോർ ഓൾ റെപ്രസെൻറ്റ്സ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ. അതെങ്ങനെയാണ് നമ്മൾ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഈസ് റിട്ടൺ ആസ് ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഫോർ ഓൾ പി ഓഫ് എക്സ്. ഇതിന് സിമ്പിൾ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്. ഇങ്ങനെയാണ് സിമ്പിൾ എഴുതുക. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്. ഇതിനെ സിമ്പിൾ എഴുതുക എങ്ങനെയാണ്? ഈ ഒരു ഇതിലാണ് നമ്മൾ എഴുതുക. ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഞാനൊരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ വേരിയബിൾ ഉള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ആദ്യം തന്നെ എന്തായി മാറൂല? പ്രൊപ്പോർഷനായിട്ട് മാറൂല. ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ കൊടുത്തു. എന്താണ്? 2x ഈസ് ഈവൺ. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ഈസ് ഈവൺ എന്ന് കൊടുത്തു. അപ്പം ഇതിന് ഞാൻ എക്സിന് കുറേ വാല്യൂസ് കൊടുക്കാമെന്ന് വിചാരിക്കാം. ഇവിടെ എക്സ് എന്നുള്ള വേരിയബിൾ ഉണ്ട്. അതിന് ഞാൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. ഞാൻ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 2 വരും. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 × 2 എന്താണ്? 4. എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? 6. അപ്പം ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും അത് ഏത് നമ്പർ തന്നെയാണ് വരുന്നത്? ഈവൺ നമ്പർ തന്നെയാണ് വരുന്നത്. ഒരു നമ്പറിന് പോലും ഇതെന്തായിട്ട് വരുന്നില്ല? ഫോൾസ് ആയിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? എല്ലാത്തിലും ഇത് ശരിയല്ലേ? അപ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് എന്താണ്? ട്രൂ ആണ്. പറഞ്ഞൂടെ? ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും നമ്മളെ പി ഓഫ് എക്സ് എന്താണ്? ട്രൂ ആണ്. അപ്പോൾ ഈ ഫോർ ഓൾ എന്നുള്ള സിമ്പിളിനെയാണ്, ഫോർ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു സിമ്പിളിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറയാം. ഓക്കെ, ഇതേപോലെ തന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ. പി ഓഫ് എക്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ എക്സ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ ഞാൻ ഇത് പ്രപ്പോർഷൻ ആവണമെന്നുണ്ടെങ്കിൽ എക്സിന് പെർട്ടിക്കുലർ വാല്യൂസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ എക്സിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? എക്സിന് ഞാനൊരു 2 കൊടുത്തെന്ന് വിചാരിക്കുക. എക്സിന് 2 കൊടുത്താൽ എന്താ വരിക? 2 + 1 ഗ്രേറ്റർ ദാൻ 2. അത് ശരിയല്ലേ? 3 ഗ്രേറ്റർ ദാൻ 2 അല്ലേ? 2നേക്കാളും വലുതാണ്. അപ്പോൾ ഏതൊരു എക്സിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ എന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്താണ്? ട്രൂ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നേരെ മറിച്ച് ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കുക. ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 5 = 6. അപ്പോൾ നമുക്ക് ഇതിൽ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ ആണെന്ന് ക്യൂ ഓഫ് എക്സ് ട്രൂ ആണെന്ന് പറയാൻ പറ്റുമോ? ഏത് എക്സ് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല. നേരെ മറിച്ച് ഇത് എക്സിന് എന്ത് കൊടുത്താൽ മാത്രമേ ശരിയാവുള്ളൂ? 1 എന്നുള്ള നമ്പർ കൊടുത്താൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. അപ്പോൾ ഫോർ ഓൾ എക്സ് ക്യൂ ഓഫ് എക്സ് ഈസ് നമുക്ക് എന്ത് പറയാം? ഫോൾസ് ആണെന്ന് പറയാം. ഫോർ ഓൾ എക്സ് ക്യൂ ഓഫ് എക്സ് എന്താണ്? ഫോൾസ് ആണ്. അപ്പോൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോർ ഓൾ എന്നുള്ള സിമ്പിളിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറയുക. ഇത് നമ്മൾ ഫോർ എക്സാമ്പിൾ വെച്ച് നമുക്ക് ചെയ്യാം. ഇവിടെ ക്യൂ ഓഫ് 3 എന്താ വരിക? 3 + 5 = 6. അപ്പോൾ അതെന്താണ്? തെറ്റാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ ഓൾ എക്സ് ക്യൂ ഓഫ് എക്സ് ഈസ് ഫോൾസ്. ഓക്കെ, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ ഓഫ് പി ഓഫ് എക്സ്, അതായത് ഒരു പ്രപ്പോസിഷൻ പി ഓഫ് എക്സ് എന്നുള്ളൊരു പ്രപ്പോസിഷൻ എടുക്കുക. ആ പി ഓഫ് എക്സ് എന്നുള്ള പ്രപ്പോസിഷൻ്റെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് എക്സ് സച്ച് ദാറ്റ് പി ഓഫ് എക്സ് ഈസ് ട്രൂ. അതായത് ഏതെങ്കിലും ഒരു എലമെൻ്റ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യണം. ഏത്? പി ഓഫ് എക്സ് ട്രൂ ആവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു എലമെൻ്റ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിസ്റ്റ് ചെയ്യണം. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ്? ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ്. ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ്. ഈ ഫോമിലാണ് നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഓളും, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ എക്സിസ്റ്റുമാണ് വരിക. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെയിം പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ എക്സ് ആണെന്ന് വിചാരിക്കാം. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. റിയൽ നമ്പറിൽ ഏതെങ്കിലും
റിയൽ നമ്പറിൽ ഉള്ളതാണ് എക്സ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ എക്സ്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതായത് ഈ എക്സ് പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു എക്സ് എങ്കിലും ഉണ്ടാവണം. എല്ലാത്തിലും സാറ്റിസ്ഫൈ ചെയ്താലും യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നില്ലെങ്കിലും ഇത് ശരിയാവണം. അപ്പോൾ നമുക്ക് എന്തറിയാം, ഇവിടെ പി ഓഫ് വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, പി ഓഫ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ വൺ ആണ്, അതായത് 2 ഗ്രേറ്റർ ദാൻ വൺ ആണ്. അപ്പോൾ ഇത് എന്താണ്, കറക്റ്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു എലമെൻ്റ് എങ്കിലും നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം, ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ. എന്താണ് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രൂ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂ ഓഫ് എക്സ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 ഗ്രേറ്റർ ദാൻ 8, എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്, 1 2 3 എക്സെട്ര വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ ക്യൂ ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് 2 ലെസ് ദാൻ 8. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ പറയാൻ പറ്റുമോ, ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ. ഏതെങ്കിലും ഒന്നെങ്കിലും എക്സിസ്റ്റ് ചെയ്യണം, അങ്ങനെ പറയാൻ പറ്റില്ലേ, കാരണം പി ഓഫ് എക്സ് അല്ല, ഇവിടെ ക്യൂ ആണ് നമ്മൾ എടുത്ത പ്രപ്പോർഷൻ വരുന്നത്. അപ്പോൾ ക്യൂ ഓഫ് എക്സ്, ദർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സ് ഈസ് ട്രൂ. അപ്പോൾ ഇവിടെ നോക്കി നോക്കുക, ഏതെങ്കിലും ഒന്നെങ്കിലും ശരിയാവണമെന്നാണല്ലോ. അപ്പോൾ ക്യൂ ഓഫ് വണ്ണ് നോക്കി നോക്കുക. ക്യൂ ഓഫ് വൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ എക്സ് കാണുന്ന സ്ഥലത്ത് 1 കൊടുക്കുക. അപ്പോൾ 1 + 2 ലെസ് ദാൻ 8, അതായത് 3 ലെസ് ദാൻ 8 ആണ്. അപ്പോൾ 8 തന്നെയാണ് വലുത്. 3 ലെസ് ദാൻ 8 എന്നുള്ളത് എന്താണ്, ശരിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് ക്യൂ ഓഫ് 3 നോക്കുക. ക്യൂ ഓഫ് 3 എന്താ വരിക, എക്സിന് 3 കൊടുക്കുക. എക്സിന് 3 കൊടുക്കുമ്പോൾ എന്ത് വരും, 3 + 2 ലെസ് ദാൻ 8, അതായത് 5 ലെസ് ദാൻ 8. ഇതും എന്താണ്, കറക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ദർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സ് ഈസ് ട്രൂ. അതെന്താണ്, ട്രൂ ആണെന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പി ഓഫ് വേറൊരു പ്രപ്പോർഷൻ എടുക്കുക. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് x² ഗ്രേറ്റർ ദാൻ 10. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് x² ഗ്രേറ്റർ ദാൻ 10. ഇതെന്താണ്, ഇതിന് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ, ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ. കൊടുക്കാൻ പറ്റില്ലേ, കാരണം എന്താണ്, പി ഓഫ് വൺ എന്താ വരിക, എക്സിന് 1 കൊടുക്കുക. 1² എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 10, അതായത് 1 ഗ്രേറ്റർ ദാൻ 10. 1 ആണോ വലുത്, 10നേക്കാളും വലുത് 1 ആണോ, അപ്പോൾ പി ഓഫ് 1 കറക്റ്റ് അല്ല. ഇനി ഒരു പി ഓഫ് 5 കൊടുത്തു നോക്കുക, അല്ലെങ്കിൽ പി ഓഫ് 4 കൊടുത്തു നോക്കുക. 4 എന്ന് പറയുമ്പോൾ എന്താ വരിക, 4² ഗ്രേറ്റർ ദാൻ 10. എക്സ് കാണുന്ന സ്ഥലത്ത് നമ്മൾ 4 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 4² ഗ്രേറ്റർ ദാൻ 10, അതായത് 16 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 10 ആണ്. 16 എന്ന് പറയുന്നത് 10നേക്കാളും വലുതാണ്. അപ്പോൾ ഈ ഒരു ഇതെന്താണ്, കേസ് കറക്റ്റ് ആണ്. ഏതെങ്കിലും ഒന്നെങ്കിലും എക്സിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ദർ എക്സിസ്റ്റ് പി ഓഫ് എക്സ് ഈസ് ട്രൂ എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ. ഇനി വേറെ നോക്കുക, ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ്. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 1 and 2. ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 1 and 2. ഇങ്ങനൊരു എക്സ് നമുക്ക് പറയാൻ പറ്റുമോ, എക്സിന് ഏത് വാല്യൂ, എക്സിന് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വാല്യൂ അല്ല, ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സ് ഈസ് ഫോൾസ്. ഇതുവരെ പറഞ്ഞത് എന്തായിരുന്നു, ട്രൂ എന്നുള്ള കേസായിരുന്നു, എക്സാമ്പിളായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് പറയാം, ദർ എക്സിസ്റ്റ് എക്സ് ക്യൂ ഓഫ് എക്സ് ഈസ് ഫോൾസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് negation of quantified statement. Negation of quantified statement.
അതായത് നമ്മളിപ്പോൾ പഠിച്ചത് ക്വാണ്ടിഫൈഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതിൻ്റെ നെഗേഷൻ. ക്വാണ്ടിഫൈഡ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗേഷൻ ഓഫ് ക്വാണ്ടിഫൈഡ് സ്റ്റേറ്റ്മെൻറ്റ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ ഓഫ് ഇതാണ് നമ്മൾ ക്വാണ്ടിഫൈഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്. നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഓളിൻ്റെ നെഗേഷനാണ് എന്ത് വരിക? ദർ എക്സിസ്റ്റ് എക്സ് ഇവിടെ നെഗേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? നെഗേഷൻ പി ഓഫ് എക്സ്. ഓക്കെ, അതേപോലെ തന്നെ നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് തന്നെ ഇവിടെ നെഗേഷൻ പി ഓഫ് എക്സ് ആണ് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫോർ ഓളിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് ദർ എക്സിസ്റ്റ് എക്സ് വരും. നെഗേഷൻ ഓഫ് നെഗേഷൻ പി എക്സ്, നെഗേഷൻ ഓഫ് നെഗേഷൻ പി എക്സ് എന്താ? പി ഓഫ് എക്സ് വരും. അതേപോലെ തന്നെ നെഗേഷൻ ഓഫ് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ്, ഇതെന്താ വരിക? ദർ എക്സിസ്റ്റ് നെഗേഷൻ നേരെ ഓപ്പോസിറ്റ് എന്ത് വരും? ഫോർ ഓൾ എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ, അതേപോലെ തന്നെ നെഗേഷൻ ഓഫ് ദർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ്. ഓക്കെ, ഇപ്പോൾ ദർ എക്സിസ്റ്റിൻ്റെ നെഗേഷൻ എന്താണ്? ഫോർ ഓൾ എക്സ് നെഗേഷൻ ഓഫ് നെഗേഷൻ പി എക്സ് എന്ത് വരും? പി ഓഫ് എക്സ്. ഇതാണ് ഏത് വരിക? ക്വാണ്ടിഫൈഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ വൺ വേർഡിനൊക്കെ ചോദിക്കുന്നതാണ്. ഇപ്പോൾ നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈക്വൽ ടു മറ്റേ ഡാഷ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ ലോജിക്കൽ തിയറിയിൽ വരുന്നത്. നമുക്കിനി പറയാൻ പോകുന്നത് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെറ്റ് തിയറി ആണ്. അപ്പം ഈ പറഞ്ഞ സെക്ഷൻ കംപ്ലീറ്റ് നോട്ട്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് റെഡിയാക്കാം കേട്ടോ. താങ്ക് യു.